അങ്ങനെ ഒരു 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞാറ്റേനെ കൂട്ടാൻ പോകാം കേട്ടോ. അപ്പോൾ ദേ ഈ കുഞ്ഞാറ്റയല്ല, ഈ കുഞ്ഞാറ്റ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടുത്തെ കുഞ്ഞാറ്റേനെ, വലിയ കുഞ്ഞാറ്റേനെ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. പോകുന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ സ്ഥിതിയും കൂടി ഒന്ന് അറിയണം. കാരണം നമുക്ക് നാളെ ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ. ഇത് നമ്മുടെ വിനോദേട്ടൻ്റെ ഫ്രണ്ടാണ്, ജസ്റ്റ് അയൽവാസി. അത്യാവശ്യം മഴയൊക്കെ പോയ ലക്ഷണമുണ്ട്. ഇല്ല കുഞ്ഞാ, മഴ പോയില്ലേ? ഇവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. പക്ഷെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറ്റുന്നുണ്ട്. മഴ പോയില്ലേ? പക്ഷെ വെള്ളം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കട്ടറായിട്ടോ റോഡൊക്കെ. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ വെള്ളമുണ്ട്, പക്ഷേ നല്ല കുഴിയായി റോഡ്. അപ്പോൾ നമുക്ക് പോകാനുള്ള റൂട്ടും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗോവയ്ക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. കാരണം ഗോവ സൈഡ്, അതായത് കൊങ്കൺ സൈഡ് ഫുള്ള് വെള്ളമാണ്. അപ്പോൾ മാക്സിമം ആ റൂട്ട് പിടിക്കാതെ നമ്മൾ പൂനെ വഴി മൈസൂർ കയറാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു ആ സൈഡിലേക്കൊക്കെ. ഇന്നിപ്പോൾ അതൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹൈവേയും കൂടി ഒന്ന് ക്ലീൻ ആയാൽ നമുക്ക് പോവാട്ടോ. എന്നിട്ടും മഴ ചാറ്റുക. ഇവിടെയൊക്കെ ഏതാണ്ട് പഴയ ഒരു റൊട്ടീൻ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. സംഭവം മഴയെല്ലാം കുറഞ്ഞു. മഴ ഇപ്പോഴുള്ള മഴ പിന്നെ വലിയ വിഷയമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചാറ്റി പോവുള്ളൂ. അതേപോലെ സ്കൂളുകൾ തുറന്നു, ഓഫീസുകൾ തുറന്നു, അങ്ങനെ സംഭവങ്ങളെല്ലാം പഴയ പണിക്കായിട്ടുണ്ട്. പിന്നെ നമുക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇന്നും കൂടി ഒന്ന് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ഇറങ്ങാത്ത സ്ഥലങ്ങളുണ്ട് വെള്ളം. ചില ഹൈവേ സൈഡൊക്കെ, കൊങ്കൺ റൂട്ട് സൈഡൊക്കെ നല്ല വെള്ളമാണ്. അതായത് മുംബൈ ഗോവ റൂട്ട് സീനായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതും ഒരു വിഷയമാണ്. അങ്ങനത്തെ അത്യാവശ്യം നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. എന്നാലും ഇത് 2 ദിവസം മുമ്പ് പെയ്ത പോലെ അങ്ങനെ നിന്ന് പെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കുറയുന്നുണ്ട് കേട്ടോ മഴ ഇടയ്ക്ക്. ഇതാണ്, ഇതേപോലെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങാത്തതുണ്ട്. ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അടുത്ത മഴ പെയ്യും, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. അതാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇന്നലെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. അങ്ങോട്ടും ഇപ്പം കുറഞ്ഞ വെള്ളമുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെ ഇത്രയും നിലത്തിൽ വെള്ളം. അത് ഈ താന്നിരിക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം ഇങ്ങനെ പൊന്തി തന്നെയാണ് നിൽക്കുന്നത്. എന്താ കുഞ്ഞാറ്റെ? കുറേ വെള്ളമുണ്ട് അല്ലേ? ഇവിടെയൊക്കെ ശരിക്കും 2 ഷിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സ്കൂള്. രാവിലെ 7 മണി തൊട്ട് 12:30 വരെ ഉണ്ട്. പിന്നെ 1 മണി തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ്. അങ്ങനെ 2 ഷിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 12:30 ആയി. കുഞ്ഞാറ്റ ഇപ്പോൾ വരും അല്ലേ? കുഞ്ഞാറ്റെ ആരെ കൂട്ടാൻ വന്ന കൊച്ച്? കുഞ്ഞാറ്റ ചേച്ചി. ഇങ്ങോട്ട് നോക്കേ. ഇത് നമ്മുടെ വിനോദേട്ടൻ്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ്റെ പേരെന്തായിരുന്നു? ആനന്ദ് ചേട്ടൻ. ഇതാട്ടോ ആനന്ദ് ചേട്ടൻ, തൊട്ടടുത്ത് തന്നെ. ഏത് സിനിമ നടന്റെ അസിസ്റ്റന്റ് ആയിരുന്നു? രാജ്കുമാർ റാവു എന്ന് പറയുന്ന സിനിമ നടന്റെ അസിസ്റ്റന്റും കൂടിയാണ് കേട്ടോ. കുഞ്ഞാറ്റനെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ വിട്ടാലോ? എന്താ ഇത് കണ്ടോ, പിള്ളേരൊക്കെ ഇതിലേ പോണതൊക്കെ വെള്ളത്തിൽ കൂടി ഫുള്ള് വെള്ളത്തിൽ കളിയാണ്. ഇത് നോക്കിയേ. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റകൾ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാ എണ്ണം വെള്ളത്തിൽ കൂടി ഒരേ കളിയാട്ടോ. ഗ്ലാസ് ഫുള്ള് വെള്ളമായി. ആ കുഞ്ഞാറ്റ വന്നു. ആ ഇതാ ചേച്ചി വന്നു, കുഞ്ഞാറ്റ ചേച്ചി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചെത്തിയിട്ടോ. പക്ഷെ ഇതൊക്കെ നല്ല കാറ്റാണ്. മഴയങ്ങ് വിട്ട് മാറാനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ നമുക്ക് പറ്റുമെങ്കിൽ ഇറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്.